മസാല ദോശ ഇഷ്ടമില്ലാത്തവരാരല്ലേ? അപ്പോൾ നമുക്കൊന്നൊരു മസാല ദോശേൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഞാനത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നെ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ ഉഴുന്ന് പൊട്ടി കഴിഞ്ഞപ്പോൾ നമുക്കതിൽ കരിവേപ്പില ഇട്ടെടുക്കുക, ഉണക്കമുളക് ഇട്ടെടുക്കുക, പിന്നെ ഒരു വല്ലുള്ളി എടുത്തിട്ടുള്ളത് അത് സ്ലൈസായിട്ട് കട്ട് ചെയ്തതുപോലെ ഒന്ന് ഉപ്പിട്ടിട്ട് നല്ലൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അത് വാടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടെടുത്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മസാല റെഡി. ഏറ്റവും അവസാനം മല്ലിയിലെങ്കിലും ഇട്ടെടുക്കുക. അപ്പോൾ അത് നല്ല മുരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നെയ്യിടാൻ പ്രത്യേകം മറക്കരുത്, നെയ്യാണ് അതിൻ്റെ ടേസ്റ്റ്. നെയ്യിട്ടതാ നമ്മുടെ ദോശയൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല തേച്ച് കൊടുക്കുക. ഇതുപോലൊന്ന് മടക്കി കൊടുത്ത അടിപൊളി മസാല ദോശ. ഇനി കടയിലേക്കൊന്നും പോകണ്ട കേട്ടോ, ഈ ഒരു ചമ്മന്തി കൂടി ഉണ്ടായെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.